മലയാളത്തിൽ ധാരാളമായി നോവലുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും നോവലുകളൊന്നും ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുന്നില്ല എന്നും പുസ്തക വിപണിയുടെ ചെറിയ ഒച്ചപ്പാടുകളിൽ മാത്രമായി അവ ഒതുങ്ങുന്നെന്നും ഒരു ചർച്ച ഈയിടെ ഉയർന്നു വന്നിരുന്നു. അപ്പം ഇന്നിൻ്റെ നോവൽ എന്നുള്ള ഈ സെഷനിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പം ലോകോത്തരങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്ന നോവലുകൾ, പല നോവലുകളും മലയാളത്തിലേക്ക് വരുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കല്ലാതെ ഇംഗ്ലീഷിൽ തന്നെ അത് വായിക്കാൻ നമുക്ക് യഥേഷ്ടം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഫ്രഞ്ചിൽ നിന്നും സ്പാനിഷിൽ നിന്നും എല്ലാം ഉള്ള നോവലുകൾ മലയാളി വായിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പം ഇത് അവിടുന്ന് അരിച്ചു വരുന്ന സാഹിത്യമാണ്. അവിടെ ഒരുപാട് നോവലുകൾ ഉണ്ടാകും. അവിടെ അതിൽ നിന്ന് അരിച്ചു വരുന്ന ഏറ്റവും മികച്ച നോവലുകളാണ് നമുക്കിവിടെ വായിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മുടെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം നമ്മുടെ നോവലുകൾ അത്ര പോരാ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ നമ്മുടെ ഇവിടെയും നല്ല നോവലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ രാജശ്രീ ഇരിക്കുന്നതുകൊണ്ട് പറയുമല്ല, കല്യാണിയും ദാക്ഷായണിയും എനിക്ക് 2000-ന് ശേഷം ഉണ്ടായ മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലായിട്ട് തോന്നുന്നുണ്ട്. അത് വളരെ നല്ല നോവലാണ്. ഇപ്പോൾ ഷിനിലാലിൻ്റെ അടി എന്ന് പറയുന്ന നോവൽ, അത് നന്നായിട്ട് തിരുവനന്തപുരം ഭാഷ ഇതുപോലെ ഉപയോഗിച്ചൊരു നോവലില്ല. ഇപ്പം അതുപോലെ തന്നെ പ്രശാന്ത് എഴുതിയ പൂനം നല്ല നോവലാണ്. നമ്മുടെ മനോഹരൻ വി പേരകത്തിൻ്റെ കയറ്റത്തിൻ്റെ 3 ദശാബ്ദങ്ങൾ എന്ന് പറഞ്ഞ വളരെ ചെറിയൊരു നോവലുണ്ട്, വളരെ നല്ല നോവലാണ്. ഇപ്പം PP പ്രകാശൻ്റെ ദൈവം എന്ന ദുരന്ത നായകൻ എന്ന് പറഞ്ഞ നോവലുണ്ട്. അതിനകത്ത് വളരെ സാധാരണമായൊരു നോവലാണ്, പക്ഷെ ഒരു അച്ഛൻ മകൻ ബന്ധത്തെ വളരെ രസകരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു നോവലുണ്ട്. വിനോദ് തോമസിൻ്റെ പുറ്റുണ്ട്, കരിക്കോട്ടക്കരിയുണ്ട്, അങ്ങനെ ഇപ്പം ഈ സന്തോഷ് കുമാറിൻ്റെ നോവലുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഏതാണ്ട് ലോക നിലവാരത്തിൽ വായിക്കാൻ പറ്റുന്ന നോവലുകളാണെന്ന് തന്നെയാണ് എൻ്റെ വായനയെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്യാവശ്യം വിദേശ നോവലുകൾ കൂടി വായിക്കുന്ന ആളെന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അത്ര മോശമല്ല നമ്മുടെ നോവലിൻ്റെ അവസ്ഥ. അതേസമയം ഒരുപാട് നോവലുകൾ വരുന്നുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. നോവൽ എഴുതുന്ന ഒരു കുറ്റകൃത്യമൊന്നുമല്ലല്ലോ. കാരണം ഇതിനകത്ത് ഒരുപാട് വൈവിധ്യം വേണം, എന്നാലേ നോവൽ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ജനപ്രിയ നോവൽ വേണം, സാധാരണ വേറൊരു തരം നോവൽ വേണം, ആനന്ദം എഴുതുന്ന പോലെ നോവൽ വേണം. നോവലിൻ്റെ പല തരം നോവലുണ്ടെങ്കിലേ ഈ സാഹിത്യരൂപം നിലനിൽക്കത്തുള്ളൂ. അതാണ് പ്രധാനം. അത് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിപണിക്ക് കീഴടങ്ങുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് പറഞ്ഞത് NE സുധീർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NE സുധീർ ഒരു പുസ്തക കട നടത്തുന്നയാളാണ്, മൂപ്പര് പുസ്തക വിപണിയിലെ ആളാണ്. പിന്നെ വിപണി പുസ്തകം വിൽക്കുന്ന എന്താ കുഴപ്പം? അത് വേറെ പ്രശ്നമൊന്നുമില്ല. വിപണി മനുഷ്യനുണ്ടായ കാലം മുതലുള്ളൊരു സംഭവമാണ്. പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടട്ടെ, നോവലുകൾ വിറ്റഴിക്കപ്പെടട്ടെ, ആളുകൾ വായിക്കട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ നല്ല നോവലുകൾ നമ്മൾ തിരിച്ചറിയണം എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അല്ലാതെ ജനപ്രിയ നോവലുകളെ ഏറ്റവും പൊക്കത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വളരെ നല്ല നോവലുകളെ തിരിച്ചറിയപ്പെടാതെ പോകരുത്. ഇപ്പം സന്തോഷ് കുമാറിൻ്റെ ഒരു നല്ല നോവൽ ഇറങ്ങുന്നു, അത് വിൽക്കപ്പെട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടമുണ്ട്. വിൽക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അതിനോട് കൂട്ടിച്ചേർക്കാനാണ് എനിക്കും ഉള്ളത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ വിഷയം അതുതന്നെയായിരുന്നു. അതായത് വായനയുടെ കാര്യത്തിൽ നമുക്കൊരു പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് എത്താൻ തോന്നുന്നു. കാരണം അത്തരത്തിലുള്ളൊരു പരിശീലനം സിദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ, അല്ലെങ്കിൽ ഏത് വായനക്കാർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ വായന തുടങ്ങുന്ന കാലത്ത് എല്ലാ നോവലുകളും ആട് ഓടി നടന്ന് ഇല കടിക്കുന്ന പോലെ നോവൽ വായിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. നമ്മളിപ്പോൾ ലോകോത്തരം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു നോവൽ വായിക്കുന്നത്. പിന്നീട് ഒരു നോവൽ നമ്മൾ കാണുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് നമുക്ക് വായിക്കാനും വിലയിരുത്താനും പറ്റുന്നത്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി നോവലുകൾ വായിക്കുന്നതിലൂടെ എത്തിച്ചേരുന്ന ഒരു കഴിവാണത്. അപ്പം എല്ലാ മനുഷ്യരും അത്തരത്തിൽ പെട്ടെന്ന് തന്നെ എത്തിക്കൊള്ളണം എന്നില്ല. അവർക്ക് അതിനുള്ള ചെറിയ അതായത് വലിയ ഉയരത്തിലേക്ക് കയറാൻ പറ്റില്ലെങ്കിൽ ചെറിയ പടികൾ ഉപയോഗിച്ചിട്ട് കയറാവുന്നതേ ഉള്ളൂ. നമ്മുടേത് ശരിക്കും ഒരു ഏബിളിസ്റ്റ് സമൂഹമാണെന്ന് പറയും നമ്മളെക്കുറിച്ച്. അതായത് എല്ലാം കഴിവുകളുള്ള ആൾക്കാരാണ് നമ്മൾ. അല്ല, അതിൻ്റെയൊക്കെ പുറത്ത് നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാത്ത ചെറിയ പുസ്തകങ്ങളൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അവർ വായനയിലേക്ക് എത്തുകയാണ് ചെയ്യുക. എത്തിക്കഴിഞ്ഞിട്ട് അവർ തിരഞ്ഞെടുത്തുകൊള്ളും. അതിനകത്തുള്ള ഒരു പ്രശ്നം ഇതേ ഉള്ളൂ. അതായത് വിപണി എപ്പോഴും വിപണിയുടെ ജോലി ചെയ്യും. അത് നമ്മൾ ഏത് കാര്യവും, ഇപ്പം നമ്മൾ എന്ത് സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാലും അതിൻ്റെ ബ്രാൻഡ് ഒരു ഘടകമാണ്. നമ്മളും എല്ലാം വിപണിയുടെ ഇഷ്ടത്തിനനുസരിച്ച്, വിപണിയുടെ നിർമ്മിതിക്കനുസരിച്ച് അതിൻ്റെ എല്ലാം അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളൊരു കാറ് വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഒരു കിടക്ക വാങ്ങാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു സംഗതി പുതുതായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിലൊക്കെ ആ ഒരു വിപണി സാധ്യത അതിനകത്തുണ്ട്. വിപണി ഇടപെട്ടത് കൊണ്ട് മാത്രം കുറേ കൂടി കളർഫുള്ളായിട്ടുള്ള ജീവിതമാണ് നമ്മുടേത്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ എഴുത്തിനെയും വായനയും ഒക്കെ സമീപിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിപണിയുടെ സ്വാധീനം ഉണ്ടാകും.
എഴുത്തുകാരനും കുറച്ച് പൈസ കിട്ടുന്നത് മോശം കാര്യമൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എഴുത്തുകാർക്ക് നല്ല റെമ്യൂണറേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. എഴുതി ജീവിക്കാവുന്ന ഒരു നില കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. വായനക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങളുണ്ട്. പലപ്പോഴും ഈ സാഹിത്യ കൂട്ടായ്മകൾക്ക് അല്ലെങ്കിൽ ഗ്രന്ഥശാല സംഘങ്ങൾക്ക്, ലൈബ്രറികൾക്ക്, അതിനൊക്കെയുള്ളൊരു അവരാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അവർക്കാണ്. അവരാണ് ഇതിനകത്ത് എഴുത്തുകാരൻ, പ്രസാധകൻ, വായനക്കാരൻ എന്ന് പറയുന്ന ആ ഒരു ത്രികോണത്തിനകത്ത്, കുറേ കാലം അങ്ങനെയായിരുന്നു, ഒരു ത്രികോണത്തിനകത്താണ് നമ്മൾ ഉണ്ടായിരുന്നത്. അതിനകത്ത് കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ്. അതായത് ഈ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള ഈ വായന കൂട്ടായ്മകൾ. ഇതെന്താണ് നാക്കെടുത്താൽ മുഴുവനും ലിറ്ററേച്ചർ ഫെസ്റ്റിവലേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ അസ്വസ്ഥരാകുന്ന കേട്ടതുകൊണ്ടും കൂടിയാണത് പറയുന്നത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി അതാണ്. നല്ല പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കുക, അതിനെ വായിക്കുക, അതിനെ ചർച്ച ചെയ്യുക. സ്വാഭാവികമായിട്ടും അത് തീർച്ചയായിട്ടും ലക്ഷ്യം കാണും. ആ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്യമുണ്ടാകും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എങ്ങനെയാണോ വായന എന്നുള്ള നിലയ്ക്ക് നല്ലൊരു വായനാ സംസ്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. മറ്റൊരു സൈഡിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പൾപ്പ് ഫിക്ഷൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പൾപ്പ് ഫിക്ഷൻ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ സർവകലാശാലയിൽ നിലവിൽ PG സിലബസിൽ ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്ന ഒരു പേപ്പറായിട്ടൊരു അക്കാഡമിക് വ്യവഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു പേപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനെ ലോകമെമ്പാടും അത്തരത്തിൽ അംഗീകരിച്ചിട്ടുമുണ്ട്. അതിനെ അങ്ങനെ കണ്ടാൽ മതിയാവും. അത് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടും. അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ അച്ചടിയുടെ ഒരു ചരിത്രം, നോവലിൻ്റെ ചരിത്രമൊക്കെ അത് സാധൂകരിക്കുന്നുണ്ട് ആ ഒരു സംഗതിയെ. അപ്പോൾ അതിൽ അത്രയും അസ്വസ്ഥരാവേണ്ട കാര്യമില്ല എന്നാണ്. നല്ലത് വായനക്കാർ തിരഞ്ഞെടുത്തു കൊള്ളും. അങ്ങനെ തിരഞ്ഞെടുത്തതിൻ്റെ തെളിവാണല്ലോ പട്ടുനൂൽപ്പുഴു. ഇഷ്ടംപോലെ വിറ്റുപോവുകയും കൂടി ചെയ്ത പുസ്തകമല്ലേ പട്ടുനൂൽപ്പുഴു. പട്ടുനൂൽപ്പുഴു എന്ന് പറയുന്ന പുസ്തകം അത് ഇറങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള അതിൻ്റെ ഷോറൂമിൽ നിന്ന് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് നന്നായി വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലോകത്തെല്ലാവരും പുസ്തകം എഴുതുന്നത് വിൽക്കാൻ തന്നെയാണ്. അല്ലാണ്ട് എൻ്റെ പുസ്തകം വിൽക്കണ്ട, അതവിടെ ഇരിക്കട്ടെ, എന്നാൽ അത് ഉദാത്ത കൃതിയാവും എന്ന് വിചാരിക്കാനുള്ള വലുപ്പം എനിക്കില്ല. എന്തായാലും പുസ്തകം വിറ്റുപോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് വായിക്കുന്ന വായനക്കാർക്ക് മനസ്സിലാവും ഇനി എന്താ വേണ്ടത് എന്നുള്ളത്. അത് അവരും കൂടി ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണല്ലോ വായന എന്ന് പറയുന്നത്. അപ്പം വിപണി എന്ത് തരം സമ്മർദ്ദം ചെലുത്തിയാലും ഒരു പക്ഷേ ആദ്യത്തെ റൗണ്ട് ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം വിപണിക്ക്. അതിനുശേഷം വരുന്ന ഒരു തലമുണ്ട് വായനക്കാരുടെ. അത് നമ്മളൊരു നല്ലതല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതല്ലാത്തൊരു പുസ്തകത്തെ എത്ര ആഘോഷിക്കാൻ ശ്രമിച്ചാലും അത് എത്തിച്ചേരുന്ന ഒരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് താഴെ വീഴും. അത്രേ വിപണിക്ക് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊരു പുസ്തകം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടാണ്. അല്ലെങ്കിൽ ആ പുസ്തകത്തെ കാത്ത് ഒരു വായനാ സമൂഹം ഉണ്ട്, അങ്ങനെ വിചാരിക്കാമല്ലോ. ഇതൊരു ട്രൈബാണെന്ന് വിചാരിക്കുക, അവരുടെ സംഗതിയാണ് ആയിരിക്കുന്നത്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിപണി എന്ന് പറയുന്നത് എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അശ്ലീല പദമല്ല.